ഇന്ത്യൻ റുപ്പി വെറും 10 രൂപ എടുക്കാനില്ലാത്ത ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 100 ദിറംസ് ഒരു ഗ്രാമിന് ഇപ്പോൾ കുറഞ്ഞിവിടെ. ഓ ചങ്കടിക്കുന്നു. ഒരു വിസിലടിക്കാൻ വേണ്ടി ഞാൻ എത്ര നേരമാണ് വെയിറ്റ് ചെയ്യുന്നത്. മുട്ട എണ്ണ പുഴുങ്ങിയ മുട്ട, നാടൻ മുട്ട എന്ന് കരുതി ഞാൻ കഴിക്കുകയാണ്. വാ നമുക്കേ കിച്ചണിലോട്ട് പോവാം. ഞാനിപ്പോൾ റൂമിലെത്തി, വന്നതേ ഉള്ളൂ. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനിവിടുത്തെ ഒരു വെളിച്ചം കാണിച്ചു തരാം പുറത്തുള്ള. അതായത് ഇപ്പോൾ 6:45 6:45 ഞങ്ങൾ ഇവിടുത്തെ വെളിച്ചം കണ്ട. സൂര്യനൊന്നും പോയിട്ടില്ലടേ, ഏതോ നിൽക്കുന്നാലോ അവിടെ. സൂര്യനൊക്കെ അവിടെ പോണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴുള്ളൊരു വെളിച്ചമാണിത്. നല്ല അടിപൊളി വെട്ടമുണ്ട് കേട്ടോ. പക്ഷേ അത് പെട്ടെന്ന് ഇപ്പോൾ അങ്ങ് പോകും. ഒരു ഐ തിങ്ക് ഒരു മാക്സിമം പോയാൽ ഒരു ഇപ്പോൾ എത്രയായി? 6:45. ഇതോ കണ്ടില്ലേ ക്ലോക്കിൽ? അയ്യോ കാണാവോ? ആ ക്ലോക്കിലുണ്ട് 6:45. ഒരു പക്ഷേ 7-7:15 ആകുമ്പോഴത്തേക്ക് പോരും. അരമണിക്കൂറിനകത്ത് ഈ വെളിച്ചം അങ്ങ് പോകും. ഞാൻ ഇപ്പോൾ വന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഫുഡ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണല്ലോ. ചെറിയത് വൈകിട്ട് മാത്രം കേട്ടോ. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ഒരു 2 മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങി 2 എടുക്കും എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് ഒരു 2 മുട്ട എടുക്കും. ഇത് നാടനാണെന്ന് കരുതി ഞാൻ മേടിച്ചതാണ്. ഇത് ഇവിടെ എത്രത്തോളം ഇവന്മാർ നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നാടനാണെന്നൊക്കെ കരുതുന്നു. അപ്പോൾ എന്തായാലും ഇത് മേടിച്ചു. അതൊരു ട്രേ, ഞാൻ കാണിച്ചു തരാം. ഒരു ട്രേ മുട്ടയാണ് ഞാൻ മേടിച്ചത്. കണ്ടോ, ഇത്രയുള്ള ഒരു ട്രേ മുട്ട മേടിച്ചു. ഒരു ട്രേ മുട്ട എനിവേ ഓക്കെ. എന്നെ ഇതാക്കടേ, മറ്റേ സാധനത്തിൻ്റെ പേര് ട്രാക്ക്. അപ്പോൾ ഈ ഒരു മുട്ട ഇതിങ്ങനെ ഡെയിലി ഒരു 2 മുട്ട വെച്ച് പുഴുങ്ങി അങ്ങനെ അടിക്കും. ഇപ്പോൾ നമുക്ക് പുഴുങ്ങുന്നത് എങ്ങനെ? സിമ്പിളാണ്. വെള്ളം ഒഴിക്കുക, കുക്കറിൽ വെക്കുക, ഒരു വിസിലടിക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികൾ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ചെറുപയർ അല്ലെങ്കിൽ കടലയുണ്ട്. ഇന്ന് ചെറുപയറാക്കാം. ഇന്ന് ചെറുപയർ കുറച്ചെടുത്ത് പുഴുങ്ങും. പിന്നെ ഒരു ഓട്സ് ഉണ്ട്. ഓട്സ് ചെറിയൊരു കഞ്ഞിയാക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫുഡ്. സംഭവം ഈ ക്യാമറ ഉണ്ടല്ലോ, ഇത് ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുള്ള, ഇതുകൊണ്ടുള്ളൊരു ഗുണം ഇതാണ്. നമുക്ക് സെൽഫായിട്ട് ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിലേ ഇതിങ്ങനെ നമ്മളെ ഫോളോ ചെയ്തോളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യമേ മുട്ട പുഴുങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട പുഴുങ്ങി അതങ്ങ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റേ ചെറുപയറും സാധനങ്ങളൊക്കെ സെറ്റാക്കാം. മുട്ട ഒന്ന് തണുത്ത് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളതും സെറ്റാവും. അപ്പോൾ ഒരുമിച്ച് കഴിച്ചിട്ട് ബൾക്കി ഫുഡ് ഒരുമിച്ച് കഴിക്കണ്ടെന്ന് കരുതി ഒരു ഇതിലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുട്ടയൊക്കെ കഴിക്കും. മുട്ടയെന്ന് പയറൊക്കെ പുഴുങ്ങി, ചെറുപയർ പുഴുങ്ങി വെക്കും. അതുപോലെ ഓട്സും കഞ്ഞി ആക്കി സെറ്റാക്കിയിട്ട് അത് 2 കൂടി കഴിക്കും. കുറച്ച് അച്ചാറും കൂടെ കഴിക്കും. വെളുത്തുള്ളിയുടെ അച്ചാർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തീരാറായി. നിറപറയുടെ വെളുത്തുള്ളി അച്ചാർ. ഞാനങ്ങ് പോയവിടെ നിറപറയുടെ കണ്ടല്ലേ. നിറപറയുടെ വെളുത്തുള്ളി അച്ചാർ നല്ല അച്ചാർ കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. വെളുത്തുള്ളിയുടെയാണ് നിറപറ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ലുലുവിൽ പോയപ്പോൾ മേടിച്ചതാണ്. ലുലു ആണോ നെസ്റ്റോയിലാണെന്ന് തോന്നുന്നു, എവിടെയോ ചെന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. സംഗതി കൊള്ളാം. അത് ഒരു 2-3 അല്ലെങ്കിൽ ഒരു മാക്സിമം 3 ആഴ്ചത്തേക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നതനുസരിച്ച്. ഞാൻ ഇച്ചിരി അധികം അച്ചാറിന് ഒരു ഭ്രമമാണ്, കൊതിയാണ് അച്ചാർ കൊതിയനാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികൾ. പിന്നെ ഫർദർ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരുതിയിട്ടുണ്ടായോ കുറേ കാര്യം. പിന്നെ വിചാരിക്കും നമ്മളിങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ അത്
കുറേ പേരങ്ങ് ആട്ടിത്തുപ്പും പൂച്ചവും ഒക്കെയാണ്. അത് നമ്മളെ കൂടെ അറിയാവുന്നവരും ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതൊന്ന് പക്ഷേ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അതുപോലെ കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ഇന്ത്യൻ റുപ്പി 10 രൂപ ഉണ്ടല്ലോ, വെറും 10 രൂപ. ഈ 10 രൂപ എടുക്കാനില്ലാത്ത അവസരങ്ങളും ദിവസങ്ങളും ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പൈസ കടം ചോദിക്കാത്ത ആളുകളുമില്ല. നമുക്കറിയാവുന്നവരോടൊക്കെ ഒരുപാട് പേരോടെ ചോദിച്ചിട്ടുണ്ട്. അതിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ എനിക്ക് അവൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതാഗ്രഹം മാത്രമാണ്. ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ. കാര്യം അവനായിരുന്നു എനിക്കൊരു സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പെങ്കിലും ചെയ്തിട്ടുള്ളത്, 1-2 കാര്യങ്ങൾക്കൊക്കെ. നാട്ടിലുള്ളതാണ്. ഞാൻ ഒരു കാറിൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പരിചയമുള്ള ഒരു ആളാണ്. അവനൊരു ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് എനിക്കിവിടെ വന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്കറിയില്ല. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ബർദുബായ് പോലുള്ള ഏരിയ ഒന്നും അല്ല, അജ്മാനാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മളിപ്പോൾ ബർദുബായിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പുറത്തിറങ്ങി ഒരു വേറൊരു വേക്കൻസി ജോബൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരക്കാനൊക്കെ ഇച്ചിരി ഇതുണ്ട്. ഇവിടെ ഇപ്പോൾ അതിനുള്ളൊരിതില്ലാത്തതുകൊണ്ട് അവനെ എനിക്ക് ഒന്ന് പറഞ്ഞെടുക്കാൻ എന്തെങ്കിലും ചെയ്യാതെ നോക്കാം. പിന്നെ ഞാൻ പോന്നു. അപ്പോൾ ഈ ഒരു പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസിലൊക്കെ ഈ പൈസ ഉണ്ടാക്കണം, നിങ്ങൾ ആരും പൈസയുടെ കാര്യത്തിലൊരു ഇത് വരരുതെന്ന് വെച്ചാൽ ഒരുപാട് പൈസ എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത് അത്ര ഉണ്ടാക്കി പൈസയായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ആവശ്യത്തിന് കാണണം എന്ന് ഞാൻ പറയും. എനിക്ക് ഫിനാൻഷ്യലി ഉള്ള വേറെ സെറ്റപ്പുകളെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. അതായത് എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഉള്ള പണം എങ്ങനെ പെരുപ്പിക്കാം, ഇതൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ എന്തു തന്നെ ആയാലും ആകെ ഉള്ളൊരു ധാരണ എന്ന് വെച്ചാൽ പണം നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളൊരൊറ്റ ഇതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ എൻ്റെതായ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഇന്ത്യൻ റുപ്പി 10 രൂപ, ഇന്ത്യൻ റുപ്പി വെറും 10 രൂപ എടുക്കാനില്ലാത്ത ദിവസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരോട് ഞാനിത് ചോദിച്ചിട്ടുണ്ട്. അത് 10 രൂപയ്ക്കല്ല ഞാൻ ചോദിച്ചിട്ടുള്ളത്, എനിക്കന്ന് ആവശ്യമായിട്ടുള്ള പൈസ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അത് സുഹൃത്തുക്കളോടായാലും ബന്ധുക്കളോടായാലും ആരോടായാലും എല്ലാവരോടും ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങൊന്നും 1 രൂപ അണപ്പായി കിട്ടിയിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ പോരായ്മ കൊണ്ടായിരിക്കും കേട്ടോ. കാരണം എനിക്ക് ആളിന്ന് വരെയും വേറെ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും ചിലപ്പോൾ നമ്മളെ വിശ്വസിച്ച് പൈസ തരത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും അവർക്ക് അവിടെ കയറി വന്ന് ബഹളം വെക്കാമല്ലോ. ബഹളം വയ്ക്കുമെന്നല്ല ആരും, എന്നാലും അവർക്കൊരു വിശ്വാസം വേണ്ടേ. അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ, ഞാൻ അതാ പറയുന്നത് എപ്പോഴും, നിങ്ങളെപ്പോഴും ആരായാലും, മക്കളായാലും കൊച്ചുമക്കളായാലും വലിയ ഒരു 10, 25, 30 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ മാക്സിമം പൈസ ഉണ്ടാക്കി വെക്കുക. ഈ ഒരു സാധനം, അതല്ലെങ്കിൽ അതുപോലുള്ള അസറ്റുകൾ നിങ്ങളുടെ കയ്യിൽ കാണണം. അതിപ്പം ഗോൾഡ് എനിക്കറിയില്ല, ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കുറയുന്നു. ഞാൻ മേടിച്ചപ്പോൾ ഉള്ള വിലയെക്കാളും 100 ദിറംസ് ഒരു ഗ്രാമിന് ഇപ്പോൾ കുറഞ്ഞിവിടെ. ചങ്കിടിക്കുന്നു. ഓക്കെ, അത് ചിലപ്പോൾ കൂടുമായിരിക്കാം. എനിവേ, പിന്നെന്ന് പറയുന്നത് പണം ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. നമുക്കത് ഒരുപാട് വേണം കയ്യിൽ. ഒരുപാടില്ലെങ്കിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഇല്ലെങ്കിൽ പോയി. സോ അത് എല്ലാവരും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. പിന്നെയുള്ള കാര്യം പിന്നെന്താ പറയണ്ടേ, ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകളിലൊക്കെ എന്നെ അങ്ങനെ നമ്മളൊരിക്കലും ആരും ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതരുത്. ഒരു പക്ഷേ നമ്മളെ വളരെ അടുത്തറിയാവുന്ന ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരാളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കാം എന്ന് കരുതി അതങ്ങനെ പ്രതീക്ഷ വെച്ച് നമ്മൾ നിൽക്കാൻ പാടില്ല. ഒന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല. സോ നമുക്ക് വേണ്ട നമ്മൾ തന്നെ ഉണ്ടാക്കിയേ പറ്റൂ. അതിന് നമ്മൾ മറ്റാരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ആരെയും കുറ്റം പറയാൻ വന്നതല്ല. എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ വന്നതല്ല. അവർ ചെയ്തതാ ശരി. നമ്മളിപ്പോൾ ഞാനായാലും നാളെ ആർക്കും കൊടുക്കത്തുമില്ല. അത് വേറെ കാര്യം. കാരണം എനിക്ക് കിട്ടാത്തതൊന്നും ഞാൻ അത് കൊടുക്കാൻ എനിക്ക് തോന്നത്തില്ലല്ലോ. ഞാനും കൊടുക്കത്തില്ല. ഞാൻ കൊടുത്താൽ ഞാൻ അവനെ നശിപ്പിക്കുകയാണ്. ഞാൻ അങ്ങനെ വേണമല്ലോ ചിന്തിക്കാൻ. കാരണം എനിക്ക് തരാതെ അവരും ചിന്തിച്ചതാണ്. അവരിപ്പം ചിലർ അവരുടെ കൈ കാശുണ്ട്, നമുക്ക് തരത്തില്ല. എങ്കിലും ഈ ഒരു ഉപദേശം തരും. അതായത് ഇന്ന് ഞാൻ നിനക്ക് പൈസ തന്നാൽ നീ ഇത് ഒരു ശീലമായി മാറും. നിനക്ക് പിന്നെ എന്താ പറയുക, പൈസ ഉണ്ടാക്കാനുള്ളൊരിതുണ്ടാവില്ല. അതുകൊണ്ട് നീ നിനക്കുള്ള ബുദ്ധിമുട്ട് സമയത്ത് നീ അത് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞ് എന്നോട് മുഖത്തോക്കി പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാനും അങ്ങനെ തന്നെ പറഞ്ഞാൽ പോരെ. എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ആരെങ്കിലും നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം, ഞാനിപ്പോൾ നിനക്ക് തരാൻ പാടില്ല, കാരണം നിൻ്റെ ആ ഒരു ഇത് അല്ലേ നഷ്ടപ്പെടും. അതങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഞാനും ചെയ്യുന്നത്. കാരണം നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണല്ലോ നമ്മൾ പിന്നെ അങ്ങോട്ട് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ആകെപ്പാടെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏത് സമയത്തും ഏത് നിർണായക ഘട്ടത്തിലും എനിക്കുണ്ടായിരുന്നത് എൻ്റെ ഒരേ ഒരു ചേച്ചി മാത്രമാണ് കേട്ടോ. പുള്ളിക്കാരി മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. വേറെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല.
പിന്നെ അത് ഹെൽപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് നമുക്കെപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ആ ഒരു അവസരങ്ങളിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്ക് വിശ്വസിക്കാം. അവർ നമ്മളെ കൈവിട്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മളെ കാണാത്ത പോലെ നടക്കുകയോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് വരാതിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മുടെ കൂടെ തന്നെ അപ്പോഴും അവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒന്നും ഇല്ലാതെ നമ്മൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ കൂടെ കൂട്ടിയ ജീവിതകാലം അവർ കൂടെ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും പ്രതീക്ഷയും. അറിയത്തില്ല കേട്ടോ, എങ്കിലും ഞാൻ പറയുക, കാരണം അങ്ങനത്തെ ഉള്ള അനുഭവത്തിലൂടെയൊക്കെ പോയിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ വിസിലടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫസ്റ്റ് വിസിൽ ഫോർ എഗ്ഗ്, മുട്ടയുടെ. നോക്കാം. ഇപ്പോൾ അടിക്കൂടെ? തിങ്ങി നിൽക്കുന്നു. ഇപ്പോൾ അടിക്കുമായിരിക്കേ. ഒറ്റ വിസിൽ മതിയേ. അടിക്കടാ. ഷിറ്റ്, എന്തൊരു പരിപാടിയാടാ ഇത്. എന്നാ അടിക്കടാ വിസിൽ. അടിക്കേ. വിസിലടിക്കുന്നില്ല മുട്ട തന്നെ. കുറേ നേരമായി ഞാൻ വിസിലടിക്കുന്ന വീഡിയോ എടുക്കാൻ അതെന്ന് വെച്ചോണ്ടിരിക്കും. ഒരു വിസിലടിക്കാൻ വേണ്ടി ഞാൻ എത്ര നേരമാണ് വെയിറ്റ് ചെയ്യുന്നത്. മുട്ട എണ്ണ തിങ്ങി നിൽക്കുന്നുണ്ട് ആശാൻ, പക്ഷെ അങ്ങോട്ട് പോരുന്നില്ല. അത് പറന്ന് പെട്ടെന്ന് 5 മിനിറ്റ് ആവാൻ പോണ്. മിടുക്കൻ സുന്ദരക്കുട്ടൻ. ഓ വാ, ഇനിയിപ്പോൾ നമുക്ക് ആ ചെറുപയറെടുത്ത് എന്ത് ചെയ്യണം, കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചാൽ അത് പുഴുങ്ങണം. അത് പുഴുങ്ങുന്നത് ഞാൻ ഈ മറ്റേ കുക്കറിട്ട് തന്നെ കേട്ടോ, ഒരു 8 വിസിലൊക്കെ അടിക്കും. കാരണം ഞാൻ പയർ വെള്ളത്തിയിട്ട് വെച്ചില്ലല്ലോ, ഡയറക്റ്റ് കുക്കറിലിട്ടങ്ങ് വേവിക്കുക. ഇപ്പോൾ ഒരു 8-10 വിസിലൊക്കെ അടിക്കുമ്പോൾ ആശാനങ്ങ് വേവിക്കും. ചിലപ്പോൾ 15 അടിക്കേണ്ടി വന്നിട്ടുണ്ട് ഗായ്സ്, 15 വിസിലൊക്കെ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് കുറച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ മുട്ട മറ്റേ ഇതിൽ തന്നെ ഇരിക്കുക, കുക്കറിൽ തന്നെ. അതൊന്ന് നല്ലതായിട്ട് അങ്ങോട്ട് സെറ്റാവട്ടെ എന്ന് കരുതുന്നു. ഞാനിങ്ങനെ അങ്ങനെ ടൈമൊന്നും നോക്കാറില്ല. ഇനിയിപ്പോൾ അതൊന്ന് മുട്ടയൊന്ന് തണുക്കുമല്ലോ ഇതിനകത്തിരുന്നിട്ട്. അതായത് നമ്മൾ ആ വിസിൽ പൊക്കുമ്പോൾ ഉള്ള എയർ പോകത്തില്ലേ, ആ ഒരു ഇത് കഴിയും. എയർ കാണില്ല നമ്മൾ പൊക്കുമ്പോൾ. അത്ര നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കും. എന്നിട്ടത് തുറന്നിട്ട് ആ മുട്ട ഒരു തണുത്ത വെള്ളത്തിലോട്ട്, തണുത്ത മീൻസ് പച്ചവെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് തട്ടിപ്പൊട്ടിച്ചിട്ട തീറ്റിയ. അത് കഴിഞ്ഞ് പയറും പുഴുങ്ങി നമ്മുടെ ഓട്സും സെറ്റാക്കി അതും അങ്ങ് അടിക്കും. ചെറുപയർ കഴുകി റെഡിയാക്കിയ ചെറുപയർ. വാവ്, ഫോട്ടോ ബൂട്ടി. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ വെളിച്ചം ഇപ്പോൾ കുറയുമെന്ന്. സമയം ഇപ്പോൾ എത്രയായി? ഇതോ അതിൽ കാണാമല്ലോ, നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. 7:05 കഴിഞ്ഞ് 7:10 ആവാൻ പോകുന്നേ. ഇപ്പോൾ ഇവിടെ സൂര്യനെല്ലാം പോയി, വെളിച്ചവും അതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. വെളിച്ചമുണ്ട്, ബട്ട് എങ്കിലും ഈ നിങ്ങൾ ഈ കാണുന്ന വെളിച്ചം, സൂര്യ വെളിച്ചം അങ്ങനെ ഒന്നും ബ്രൈറ്റ് അല്ല, നേരത്തെ പോലെ ഇല്ലല്ലോ, വെയിലില്ല, അതെല്ലാം പോയി. ഇനിയിപ്പോൾ ഒരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇരുട്ട് വീഴും കേട്ടോ. ഒരു 7:15 ആകുമ്പോഴത്തേക്കൊക്കെ അങ്ങ് നല്ല ഇരുട്ടാവും. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. പിന്നെ ചൂട് ഗൈസ് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ ചൂടിനെ കുറിച്ച്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. താങ്കവേ മുടിയാതെ. സത്യം താങ്ക മുടിയാതെ ഉണ്മൈ. അപ്പോൾ ഇതൊക്കെയാണ്. ഞാൻ കുറച്ച് ഉണങ്ങി അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, കണ്ട് ചിലരൊക്കെ വീഡിയോ കണ്ടിട്ട് പറയുന്നു അയ്യോ ഇതെന്തോ ഇത് മോശമായി പോയല്ലോ, ആളങ്ങ് ഉണങ്ങി ഒരു പരിവായല്ലോ എന്ന്. സംഭവം ശരിയാണ്, കുറച്ചധികമല്ലോ, 1-2 അല്ല 10 കിലോ കോച്ച്. അപ്പോൾ അത്രയും കുറഞ്ഞിട്ടുണ്ട്. മുട്ട റെഡി, പുഴുങ്ങിയ മുട്ട, നാടൻ മുട്ട എന്ന് കരുതി ഞാൻ കഴിക്കുകയാണ് ഗൈസ്. ആവി പറക്കുന്നുണ്ടോ? ഇത് എന്താണ് ഇതിനകത്ത് ചുമന്ന സാധനം? ഇതിപ്പോൾ ഡെയിലി ഉണ്ട് 2.5 മച്ച്. വാട്ട് ടു ഡു? സെക്കൻഡ്. നിങ്ങൾ ആവി പറക്കുന്നത് നമുക്ക് കാണാവോ?
ആണോ 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 ആവി പറക്കുന്നുണ്ടോ? അടുത്തത് നമ്മളിവിടെ പയർ വെച്ചിട്ടുണ്ട്. അത് വിസിലടിക്കാറായി. അത് ഞാൻ 8-10 വിസിലടിപ്പിക്കും കേട്ടോ. അതിന് വെള്ളത്തിലൊന്നും ഇട്ട് ഞാൻ വെച്ചിരുന്നില്ല. സോ ഞാനൊരു 8-10 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കും. ഹലോ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നല്ലോ. നമ്മൾ ആ ഒരു മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് പയർ സെറ്റ് ചെയ്യാൻ പോയ സമയം ഈ മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ബാക്കി വീഡിയോസ് എടുക്കാമെന്ന് കരുതി നിന്നതാണ്. പക്ഷേ മറന്നുപോയി. സംഭവം വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു അടുത്ത ലീവ് വന്നിട്ടുണ്ട്. അടുത്ത ലീവ് മീൻസ് തിങ്കളാഴ്ച നമുക്ക് ലീവാണേ. അതിൻ്റെ റീസൺ ഇവിടുത്തെ ന്യൂ ഇയർ ആണ്. ഇവിടുത്തെ ന്യൂ ഇയർ അതെന്താ സംഗതിയൊന്നും എനിക്ക് വലിയ പിടിയില്ല. മീൻസ് ഓരോ അതെന്തെങ്കിലും ആട്ടെ, നമ്മൾ അതൊക്കെ എന്തിനാണ് പറയണത്. ഇവർ ലീവ് കിട്ടി. അപ്പോൾ തിങ്കളാഴ്ച ലീവാണ്. അപ്പോൾ ഞായറും തിങ്കളും ലീവ്. ഇങ്ങനെ ലീവ് എനിക്ക് തോന്നി അടുത്ത റീസെൻ്റ്ലി നമുക്ക് ഒത്തിരിയധികം ലീവുകൾ കിട്ടിയിട്ടുണ്ട്. 3 ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് കിട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പയർ പുഴുങ്ങി, പിന്നെ കുറച്ച് ഓട്സും കൂടെ ഒക്കെ സെറ്റാക്കി അത് കഴിക്കുക എന്നുള്ളതായിരുന്നു പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി. ഇന്ന് നാളെ ലീവാണ്, മറ്റന്നാൾ ലീവാണ് കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച മറ്റന്നാൾ. അപ്പോൾ ഇന്നത്തെ ഈ എടുക്കുന്ന വീഡിയോ നാളെ ഇടാൻ പറ്റുക നാളെ ഇടാം. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം ഞാൻ ഈവനിങ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ എൻഡിങ് ആയിട്ട് ഇത് കണക്കാക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ.